നല്ല മഴയുള്ളൊരു ദിവസമായിരുന്നു ഇന്ന് കേട്ടോ. എന്തായാലും എഴുന്നേൽക്കണ്ട എന്ന് വിചാരിച്ചിട്ട് എഴുന്നേൽക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. എന്തായാലും ചാടി എഴുന്നേറ്റ് രാവിലെ പോകണമായിരുന്നു. എന്തായാലും എഴുന്നേറ്റു. രാവിലെ എണീറ്റ് പല്ലൊക്കെ തേച്ചിട്ട് വന്നിട്ട് ചായക്ക് വെള്ളം അടുപ്പേ വെച്ചു. അതിൽ തന്നെ മുട്ട പുഴുങ്ങാനിട്ടു. രാവിലെ ഇന്ന് അപ്പവും മുട്ടക്കറിയുമായിരുന്നു കേട്ടോ. അപ്പത്തിൻ്റെ മാവെല്ലാം ഞാൻ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ മുട്ടക്കറി വെക്കാമെന്ന്. വെളുത്ത കറിയാട്ടോ, മുട്ട വെള്ളക്കറിയാണ് ഞാൻ വെച്ചത്. അപ്പോഴത്തേക്കും പുറത്ത് നല്ല മഴയുണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് ഞങ്ങൾ ചായ ഇട്ട് കുടിച്ചിട്ട് ഒരു 5 മിനിറ്റ് അവിടെയൊക്കെ ഇരുന്നു. പൊതുവേ നല്ല തണുപ്പുള്ളതുകൊണ്ടൊന്നും ചെയ്യാനൊന്നും തോന്നിയില്ല. എന്നാലും ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ എന്തായാലും മുട്ടക്കറി വെച്ചു. പിന്നെ അപ്പം ചൂടോടെ ചുട്ടെടുക്കാമെന്ന് വിചാരിച്ചു. അതല്ലെങ്കിൽ ഒരു ടേസ്റ്റ് വരത്തില്ലല്ലോ. അതാണ് ഇഷ്ടം, ചൂടോടെ കഴിക്കുന്നതാണ് ഇഷ്ടം. മുട്ടയ്ക്ക് ഞാൻ മുളക് പൊടിയൊന്നും ഇവിടെ ചേർത്തിട്ടില്ല കേട്ടോ. മല്ലിപ്പൊടിയും തേങ്ങാപ്പാലും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്താണ്, പെരുംജീരകവും കൂടി ഇട്ടാണ് മുട്ടക്കറി വെച്ചേക്കുന്നത്. ആ സമയത്ത് കുക്കറിൽ അരി ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കുക്കറിൽ അരി ഇട്ടു. അരി അടിക്കുന്ന സമയം കൊണ്ട് ഞാൻ അപ്പം ഓരോന്നായിട്ട് ചുട്ടെടുക്കാനായിട്ട് തുടങ്ങി. അപ്പം ചുട്ടെടുത്ത് നല്ലതായിട്ട് വന്നു കേട്ടോ. അപ്പം നല്ല ഭംഗിയായിട്ട് കിട്ടി. പിന്നെന്താ പറയുക, പിന്നെ ഇതാ കണ്ടോ, അപ്പം നല്ല കുഴിയൊക്കെ വീണ് ഒരുപാട് നല്ല, ഞാൻ കൈകൊണ്ട് പൊക്കിയെടുത്ത് കാണിച്ച് എന്തിനാന്ന് വെച്ചാൽ അത്രയ്ക്ക് പെട്ടെന്ന് ആ ചട്ടിയിലൊന്നും പിടിക്കാതെ വേഗത്തിൽ ഇളകി തന്നെ വന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ആ സമയം കൊണ്ട് ഞാൻ ബീട്രൂട്ട് കൊത്തിപ്പൊടിച്ച് തോരൻ വെച്ചു. ചോറ് കൊണ്ടുപോകണമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു തിരക്കുണ്ടായിരുന്നു അതിനിടയ്ക്ക്. ഞങ്ങൾ 2 പേരല്ലേ ഉള്ളൂ, അപ്പം വളരെ കുറച്ച് ക്വാണ്ടിറ്റി മതി. പിന്നെ മീൻ വെട്ടി വെച്ചത് ഇരിപ്പുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. ആവോലി മീനായിരുന്നു കേട്ടോ. എന്തായാലും അതിനിടയ്ക്ക് അത് കറി വെച്ചു. ഇവിടെ ആവോലി ഭയങ്കര ഇഷ്ടമുള്ള മീനാണ്. എനിക്കത്ര ഇഷ്ടമല്ല. എല്ലാവരും പറയും ആവോലി ഭയങ്കര നല്ല മീനാണെന്ന്. പക്ഷേ എനിക്കെന്തോ അതിനോടൊരു ഒരു ഇഷ്ടക്കുറവാണ്. പക്ഷേ ഇന്നലെ കറി വെച്ചപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മുളക് പൊടിയൊക്കെ ഇച്ചിരി കൂടുതലിട്ടാണ് ഞാൻ വെച്ചത്. കാരണം 2 ദിവസം ഇരിക്കത്തക്ക രീതിയിലുള്ള കറിയാണ് വെച്ചത്. അപ്പോൾ എന്തായാലും മുളക് പൊടിയൊക്കെ മൂപ്പിച്ചു, കറിയൊക്കെ അടുപ്പത്താക്കി. പിന്നീട് 2, 3, 4 എണ്ണം ഇരുന്നതെടുത്ത് ഞാനത് വറക്കാനായിട്ട് അരപ്പ് പുരട്ടി വെച്ചു. അതിനിടയ്ക്ക് ഒരു പണി കിട്ടി. ചീനി കൊണ്ടുവന്നായിരുന്നു, അതെല്ലാം പൊളിച്ചു അരിഞ്ഞ് വേവിച്ചു. അപ്പോഴത്തേക്കും മീനിൻ്റെ ചാറെല്ലാം തിളച്ച് വന്നു. മീൻ പെറുക്കി അതിനകത്തേക്ക് ഇട്ടു. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. പതിവിലും ഞാനിത് പൊളിച്ചാണ് എടുത്തത്, തേച്ചെടുക്കാതെ പൊളിച്ച് തന്നെ എടുത്തത്. അതുകൊണ്ടാണോ എന്നറിയത്തില്ല, നല്ല ഉറച്ച മാംസമൊക്കെ ആയിരുന്നു, നല്ല ടേസ്റ്റുമായിരുന്നു. പിന്നെ ചോറ് കഴിക്കണമല്ലോ. ചോറ് കഴിക്കാനായിട്ട് പിന്നെ മീൻ വറുത്തതും കപ്പ കുഴച്ചതും മീൻ കറിയും തോരനും എല്ലാം കൂടി ഇട്ട് അടിപൊളി സദ്യയായിരുന്നു. ആ മീൻ കറിയുടെ ചാറ് നല്ല നല്ല ഗ്രേവി ആയിരുന്നു കേട്ടോ. എനിക്കങ്ങ് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാൻ തന്നെ വെച്ചതുകൊണ്ട് ഞാൻ തന്നെ എന്നെ പുകഴ്ത്തി പറയുമല്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെന്താ പറയുക, ചോറ് കഴിക്കാനായിട്ട് എനിക്ക് ഈ ഒരു കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടമാണ്. വറുത്ത മീനും തോരനും മുളക് കറിയും കൂടി കൂട്ടി ചോറ് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ തള്ളി പറഞ്ഞു വിട്ട് എൻ്റെ ഇന്നത്തെ ഒരു ദിവസം. നിങ്ങളും ഇങ്ങനെയൊക്കെ തന്നെ ബിസിയാണോ എപ്പോഴും? പറയണേ.